ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ ചിന്നുമോള് ഞങ്ങളെ കണ്ട ഉടനെ തന്നെ അവൾ ഓടി വന്നു. പരാതി പറച്ചിലൊക്കെ ആയിരുന്നു. അതിനുശേഷം എന്താ നമ്മുടെ കിട്ടുവിനെ നമ്മൾ അവൻ്റെ റൂമിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇവിടെ എല്ലാം കുറച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങൾ തീർത്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരാം. നമ്മുടെ പിങ്കി മോളെ ചേച്ചിയാണ് കേട്ടോ ഇത്, നമ്മുടെ റൂബി മോള്. മക്കള് എന്തിനാണ്? അയ്യോ അയ്യോ, ഇല്ല അമ്മ വിടൂല, അമ്മയെ പിടിക്കല്ലേ അമ്മയുടെ മക്കളല്ലേ. അപ്പോൾ സുഖം തന്നെ മക്കളെ, അമ്മയുടെ മക്കൾക്ക് സുഖം തന്നെ. അമ്മ എടുക്കാവേ അയ്യോ എന്തിന് അമ്മ എടുക്കാവേ. ഇത് നമ്മുടെ പിങ്കി മോളെ ചേച്ചിയാണ് കേട്ടോ. പക്ഷേ ഇവള് പ്യുവർ വൈറ്റ് ആണ്. നമ്മുടെ പിങ്കി മോള് കുറച്ചൊന്ന് വേറെ കളറാണ്, ബ്രൗൺ കളറും കൂടെ ചേർന്നിട്ടാണ്. ഇവളുടെ മോളാണ് നമ്മുടെ അപ്പു, മോനാണ് കേട്ടോ ഇത്. അവളുടെ മോനാണിത്. മക്കളെ സുഖം തന്നെ. എന്തിനാണ് വിശേഷം? എന്തൊരു കുരുത്തക്കേടൊക്കെ കാണിച്ച ഇവിടെ. ആൻറ്റി പറഞ്ഞല്ലോ നീ കുരുത്തക്കേടൊക്കെ ഇവിടെ കാണിച്ച് അടിച്ചുകൊണ്ടൊക്കെ പോയെന്ന്. മക്കളെ അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരാളാണ് കേട്ടോ ഇവള്. ഇവക്കെന്ന് വെച്ചാൽ ഞാനെന്ന് ഭയങ്കര സ്നേഹമാണ്. എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരിടത്തും നിൽക്കത്തില്ല. അങ്ങനത്തെ ഒരാളാണ് മോള്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്തത് ഇവളെയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞായിട്ട് നട്ടിട്ട് പോയ കീരയാണ്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഏകദേശം എൻ്റെ പൊക്കം വരെ കീര വളർന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കീരയാണ്. സിജു അവിടെ ഏകദേശം ഒന്ന് കയറി നിന്നാണ് ഹൈറ്റ് ഒന്ന് നോക്കട്ടെ. എൻ്റെ മോനെയും കെട്ടി പൊക്കമായി 152 സെൻറ്റിമീറ്റർ വരെ പൊക്കമുള്ള എൻ്റെ മോൻ്റെ പൊക്കം വരെ ആയിട്ടുണ്ട് കേട്ടോ കീര. ഇനി അതെല്ലാം മുറിക്കണത് നല്ല പൊക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ചെറിയ കീരയാണ്. നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നല്ല വലിപ്പമായി. നമ്മൾ ഈ തടിയൊക്കെ നല്ല വലിപ്പമായിട്ടുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അതാ കോവയ്ക്കൊക്കെ നിറച്ച് കിടപ്പുണ്ട് കണ്ടോ. കോവയ്ക്കെല്ലാം നമ്മൾ ആരും പറിച്ചിട്ടില്ല. ഏകദേശം ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് ഇവിടെ ആരും അങ്ങനെ കോവയ്ക്ക പറിക്കുന്നില്ലായിരുന്നു. കണ്ടോ ഇപ്പോൾ കോവയ്ക്കൊക്കെ ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ. ഒത്തിരി കോവയ്ക്ക ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ കീര വിത്തൊക്കെ താഴെ വീണിട്ട് കീര വിത്തെല്ലാം നമ്മുടെ വിത്തെല്ലാം പൊടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും വിത്തുണ്ട്. എല്ലാം ഒതുക്കിയിട്ടാണ് ഞാൻ പോയത് ഇവിടെ നിന്ന്. പിന്നെ അതാ ഇവിടെ എല്ലാം കണ്ടോ, നമ്മുടെ കോവയ്ക്ക് നിറച്ച് കാച്ചിങ്ങനെ കിടപ്പുണ്ട്. എല്ലാം പഴുത്തു. ഇതിന് ആർക്കെങ്കിലുമൊക്കെ പറിച്ച് കൊടുക്കണം. കാരണം ഇവിടെയുള്ള ആർക്കും അങ്ങനെ നമ്മുടെ കോവയ്ക്ക് വലിയ പരിചയമില്ല. എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് കറി വെക്കേണ്ടത്. പക്ഷെ ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടതിന് വലിയ സന്തോഷം. ഞാൻ ഓടി വന്ന് എൻ്റെ കൃഷിയാണ് ആദ്യം ഞാൻ നോക്കിയത്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഫുള്ള് പടന്ന് കയറിയിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് പടന്ന് കയറി. നമ്മൾ കരിമ്പൊക്കെ അത്യാവശ്യം വലുതായി. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ കരിമ്പ് ആടോ പശുവോ എന്തോ വന്ന് തിന്നുകൊണ്ട് പോയി. നമ്മുടെ കോവയ്ക്ക ഉണ്ടായിരുന്നു. കോവയ്ക്കൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ നിന്നതാണ്. അതൊക്കെ ആരൊക്കെ പറിച്ചുകൊണ്ട് പോയി കാണുമായിരിക്കും, ഞാൻ നോക്കിയില്ല. എല്ലാം നമ്മുടെ വാഴ 3 ആൾക്കാരും കൊലച്ച്. 2 പേരാണ് ആദ്യം കൊലച്ചിരുന്നത്. ഇപ്പോൾ അതാ 3ാമത്തെ ആളും കൊലച്ച് കേട്ടോ. അതെ, അപ്പുറത്ത് കൊല കുത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. സത്യം നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ഞങ്ങൾ വിചാരിച്ചതേ അല്ല. നമ്മുടെ ഏകദേശം ഈ കൊല ഇച്ചിരി നല്ല വലിപ്പമായി. രസകദളിയാണ് കേട്ടോ. ഞങ്ങൾ 3 നട്ടിരിക്കുന്ന രസകദളിയാണ്. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.